എടുത്തേച്ചി. ആ എന്നാ സാമ്പാർ കഷ്ണം മേടിക്കട്ടെ. 100 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം കൂടി അടിച്ചോട്ടാ. എനിക്കൊരു കരിക്ക് വേണം കുടിക്കാൻ. എന്താ തന്നോട്ടാ കരിക്ക് തുടങ്ങി. എനിക്ക് വേണം. ഇടി വഴിയിലൊന്ന് കുടിക്കാൻ നാണാവുന്നു. എനിക്ക് നാണില്ല, നാത്തും കുടിക്കണ്ട. മേടിച്ചോന്ന് ചേട്ടാ ഒരു കരിക്ക് കൊടുത്തേക്ക്. എന്നാ അത് മതി ചേച്ചി, എടുത്തോട്ടാ. എത്ര? ആ നെല്ലിക്ക നല്ലാണോ നോക്കിയേ. നെല്ലിക്ക നല്ലാണോ നോക്കിയേ. നെല്ലിക്ക എന്താ ചേച്ചി വില? 60 രൂപ. നാടനല്ലേ? എന്താ വില? 220. എൻ്റെ അമ്മോ കൈപൊള്ളി പോവല്ലോ. നോക്കിച്ചിരിക്കണം. മൈൻഡ് ചെയ്യണ്ട, നീ വേഗം കുടിച്ചേ. ഞങ്ങളെ നോക്കണ ഇതിനാ നീ. ഇത് നോക്കിയടി. അതെടുത്ത് നല്ല പോവാം. ഞാൻ കുടിക്ക് പോവാം. 2 പേരൊക്കെയും കൂടി എടുത്തോ. നിന്നെക്കാളും വേറെ തക്കിളിമോളയും കൊണ്ട് തന്നെയാണല്ലോ. അത്ര ശല്യമില്ല അവള്. മതി. കരിക്കിന്റെ പൈസ എടുത്തായിരുന്നോ? എത്ര ചേച്ചി? എന്നാ ശരി, നടക്ക് നടക്ക് നടക്ക്. സമ്മതിച്ചു. മതി കേട്ടോ, ഒരെണ്ണം കൊടുത്താ മതി. പോട്ടെ. നീ ഏതാ? കുറെ നേരമല്ലേ നിനക്ക് തുടങ്ങിയിട്ട്? നിനക്കെന്താ വെറുതെ വേഷം കിട്ടില്ലേ? ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാ. ഞങ്ങൾ എന്തറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ? നീ എന്താ കിടന്ന് ഞങ്ങളുടെ പുറകെ നടക്കണ എന്തിനാ? നീ പിന്നെ ഓരോന്ന് വർത്താനം പറഞ്ഞത് മേത്തോട്ടോ ഇടിച്ചു. എന്നാണ് നീ കളിക്കുന്നത്? കാണിച്ചാ കേട്ടോ പിന്നെ. ആ കാണാം. അളിയാ, ഇതിപ്പോൾ അമ്മാവൻ അങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെയൊക്കെ സമ്മതം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ അമ്മാവിപ്പം നമുക്ക് നമ്മുടെ പേരിലേക്ക് തരാന്ന് വാക്കാല് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ? അല്ലാതെ അതുകൊണ്ട് ഇപ്പൊ മരം മുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതിക്ക് ഇപ്പൊ നമുക്കത് മുറിക്കരുതെന്ന് പറയാൻ എന്താ അവകാശം? ഞാൻ ചോദിക്കട്ടെ, അതിൽ നിൽക്കണം മരങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന് എന്താ ഉപയോഗം? സത്യം പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു. അതിനകത്ത് ഒരു ഉഗ്രം തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണെങ്കിൽ തരണ സ്ഥലം ഇച്ചിരി കുറഞ്ഞാലും ആ തേക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു. തേക്കിന്റെ മുകളിൽ കണ്ടുവച്ചാണല്ലേ? തേക്ക് പണ്ടേ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ എന്താണെന്നറിയാമോ? എന്തൊക്കെ പറഞ്ഞാലും അമ്മാവന്റെ കൂടെ നിൽക്കും, അതിൽ ഒരു തർക്കമില്ല. എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എങ്ങനെ മുടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ആ പെണ്ണുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളുമാരുടെ ചോദിച്ചാൽ എന്തെങ്കിലും ബുദ്ധി ഉപദേശിച്ചു തന്നെ. എല്ലാം കുരുട്ട് ബുദ്ധികളാണല്ലോ നമ്മൾ. ആ വാ 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 വാ, ഓടി വാ. നല്ല സമയത്ത് ക്രൈസിസിലാണ് നിൽക്കുന്നത് ഞങ്ങള്. എന്താ നിങ്ങൾക്ക് ഇതിലിപ്പോൾ ചെയ്തു തരാൻ പറ്റുന്നുള്ളത് പറയും. തുറന്ന അഭിപ്രായം പറയട്ടെ, തുറന്ന അഭിപ്രായം പറയണം, മനസ്സിലൊന്നും വെക്കരുത്. ചെറിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ഞങ്ങള് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയതല്ലേ, അപ്പൊ അവിടെ ഒരുത്തൻ മോശമായിട്ട് പെരുമാറി ഞങ്ങളോട്. എന്ത് പറ്റി? അവളെന്ത് ചെയ്തു? അയാൾ ചുമ്മാ ആയിരുന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ വന്നതാ.
ആ അല്ല അത് നീ പച്ചക്കറി അത് ഇതൊക്കെ എടുത്തിട്ട് വില പറഞ്ഞിട്ട് വാങ്ങാതെ വന്നോണ്ട് അയാൾ പിന്നെ മോശമായിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ കൈ കയറി പിടിക്കാൻ വന്നു. കയ്യിലാ അതൊക്കെ അങ്ങ് വിട്ട് അതിനേക്കാളും ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. വല്ല അറിഞ്ഞോ നിങ്ങള്? അമ്മ പോയെന്തിനാന്നറിയാമോ? അമ്മാവൻ്റെ അവിടെ ആ മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് മരങ്ങളെല്ലാം കൂടെ വിൽക്കാൻ പോവാണ്. ഫർണിച്ചർ കട എന്തൊക്കെ പരിപാടിയാ. എന്ത് ചെയ്യാം നമുക്ക് അതിനെ കുറിച്ച്? ഒന്ന് ചെന്ന് നോക്ക്. എന്ത് ഇവിടെ ഇത് നോക്കാനാ? ഇത് വിടുന്ന്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും പുറത്തൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കയറി പോയി കഴിഞ്ഞി ചോദിക്കേട്ടാ. ഈ കേസാ വേറെ പണിയൊന്നുമില്ലേ? എടാ അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പണ്ടേ, ഒരാളും ഇടപെട്ടില്ല. ഇങ്ങനെ നീ അവർക്കൊക്കെ ബുദ്ധിയുണ്ട്. ഇതിനെ കുറിച്ച് പറ. നീ സ്വപ്നം കണ്ടില്ലേ തേക്കും തടിയിലെ കട്ടില് അത് പോവാൻ പോയാണ്. മുറിച്ച് അമ്മാവ് വേറെ എന്തോ ചെയ്യാൻ പോകണം. അതിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറ. മാത്രല്ല ഇപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ അങ്ങ് തീർന്നു. ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് വലിയ വിഷയമാവും. നീ ആ വിഷയം കൊണ്ട് കളഞ്ഞാണ്. നിനക്ക് കയറിപ്പോ ഇതൊക്കെ എന്തോന്ന്? ഇത് വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. ഇതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ. ഇനി ഇത് പറ. അമ്മ ഇപ്പൊ പോയത് അമ്മ അമ്മാവന്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആലോചിച്ചോ. സാധനം കേട്ടാ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്കൂടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ തേക്കും കട്ടിലൊന്നും അത് നിങ്ങൾക്ക് വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ ഗുണമുള്ള കാര്യമില്ല. ഇവളുമാർക്ക് ഇതല്ലേ നമ്മളെന്തെങ്കിലും നല്ല കാര്യം. ഇത് എന്തപ്പോ ഇത്രമാത്രം വിഷയം ഉണ്ടായത്? എനിക്കാണോ ഏവനോ എന്തെങ്കിലുമൊക്കെ വഴി പിച്ചുമയും പറഞ്ഞു. അപ്പൊ സംഭവം ഇത് ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇത് കുറേ എൻ്റെ പാർട്ടിയിലെ കുറേ അണികളെ പതുക്കെ ഇറക്കിയിട്ട് യുവമാർ പ്രകൃതി സ്നേഹികളാണ്, ഈ മരം മുറിച്ചാൽ അവിടെ ഭയങ്കര വിഷയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു സമരം ചെയ്താലോ? ചിലപ്പോൾ അമ്മാവൻ പേടിച്ചത് നിങ്ങൾ മാറും. എന്ത് ആ തുറന്ന പറമ്പിൽ ഇപ്പൊ ആ മരം മുറിച്ച എന്താ വിഷയം? ഒരു വിഷയം ഇല്ലെന്നേ. ഒരു സമരം അവിടെ ഞങ്ങൾ പ്രകൃതിയുടെ ആൾക്കാരാണ്, ഇത് മുറിച്ച അവിടെ ഭയങ്കര വിഷയം ഉണ്ടാവും, ഭൂചലനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവനൊന്ന് വരട്ടാ. അപ്പൊ ചിലപ്പോ അമ്മാവന്റെ അല്ലേ വളപ്പ് സ്ഥലം അമ്മാവന്റെ അല്ലേ എന്ത് പറഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണ്ടേ? പിന്നെ എന്ത് ചെയ്യുന്നു പറ. അതൊക്കെ ഉണ്ടോ പറഞ്ഞ അമ്മാവൻ കേൾക്കണം. അയാൾക്ക് അതിനുള്ള വിവരമൊക്കെ ഉണ്ട്. അല്ലേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അമ്മാവനെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ഒരെണ്ണം എടുക്കുക, അമ്മാവനെ കൊണ്ട് ഫിറ്റാക്കിയിട്ട് എഴുതി ഒപ്പിട്ട് എല്ലാം വാങ്ങിക്കുക. ആ കച്ചവടം മുടക്കാൻ പറ്റുമോ നോക്കുക. അതേ മാർഗമുള്ളൂ. ഇപ്പം ഏറ്റ കച്ചവടം ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം നീണ്ടു കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സ്ഥലമൊക്കെ നമ്മുടെ പേരിലേക്ക് എഴുതി വാങ്ങിപ്പിക്കുക. അതല്ലാണ്ട് അമ്മാവും പിന്തിരിയില്ല, ആ കച്ചവടക്കാരനെ കൊണ്ട് പിന്തിരിപ്പിക്കണം. എന്താ ചെയ്യുക? ഇവളുമാരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് പറയാതെ പറഞ്ഞാൽ എന്താ വിഷയം? എന്ത് വിഷയം? ഇതൊക്കെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ആലോചിക്കും, ഞാനും ആലോചിക്കട്ടെ. എങ്ങനെ ഒന്ന് മുടക്കാൻ നോക്ക്. എന്നാലും നമ്മൾ പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്തും കൂടി ഇല്ലല്ലോ. അതിന് നമ്മളെവിടെ സുരക്ഷിതരായിട്ടുള്ളത്? നമുക്ക് ആരാ ഉള്ളത്? പട്ടീനെ പോലെ പണിയെടുക്കാന്നല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇപ്പൊ അയാൾ ഉപദ്രവിച്ചെങ്കിലോ? ഉപദ്രവിച്ചെങ്കിലും എന്താ? ഉപദ്രവിച്ച ആള് നല്ല അന്തസ്സായിട്ട് പോകും. നമ്മുടെ കെട്ടിയമാർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഇതിനുമൊക്കെ എവിടെയാ സമയം? അവർക്ക് തേക്കും മരവും സ്ഥലവും കട്ടിലൊക്കെ അല്ലേ വലുത്. വല്ല മൈൻഡും ഉണ്ടായോ? പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഇവന്മാരുടെ കാല് പിടിക്കുന്നവരെ വേണം തല്ലാനായിട്ട്. എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത്? എന്താ സ്ത്രീകൾക്ക് എന്താ വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് ധൈര്യമായിട്ട് ചോദിക്കണം. അതിന് ആദ്യം ധൈര്യം വേണം. ധൈര്യം ഇപ്പൊ ഇവിടുന്ന് ഉണ്ടാക്കാനാ? ധൈര്യം അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ ശക്തരാണെന്നുള്ള തോന്നല് നമുക്ക് തന്നെ ഉണ്ടായാൽ മതി. എടി ഇപ്പൊ എന്തിനാ സ്കൂളുകളിൽ ഗുസ്തിയും കരാട്ടയൊക്കെ പഠിപ്പിക്കണേ? തക്കളിമോള് പഠിക്കണ്ടല്ലോ. പെൺകുട്ടികൾ ശക്തരാണെന്ന് അവർക്ക് ആദ്യം തോന്നണം. നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഈ പ്രായത്തിൽ ഇനി കരാട്ട പഠിക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ കരാട്ട പഠിച്ചാൽ എന്താ കുഴപ്പം? പഠിക്കാൻ പറ്റൂലേ? നീ കിളവിയായോ? ഇല്ലല്ലോ. പിന്നെന്താ കുഴപ്പം? നീയേ ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ പോലെ PSC കുറെ എഴുതാൻ തുടങ്ങിയതാണല്ലോ. കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കണം. നമുക്ക് മുൻപ് എന്തോരം വലിയ വലിയ വനിതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തെത്തിയവര്. അവരൊക്കെ എങ്ങനെ എത്തി? കരാട്ട പഠിച്ചിട്ടാ? കരാട്ട പഠിച്ചിട്ടാണോ കൊച്ചേ എല്ലാവരും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആവണത്? എടി അതിന് ആദ്യം ഒരു ആത്മവിശ്വാസം വേണം നമുക്ക്. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കണം. ഇവിടെ നിനി അങ്ങോട്ട് ഒരു പുരുഷൻ്റെ, അതിന് ഭർത്താവായാലും ശരി ആരായാലും ശരി, കാല് പിടിക്കാൻ നമ്മൾ പോവരുത്. നമ്മൾ ശക്തരാണെന്ന് ഇവിടുത്തെ ആണുങ്ങളെ നമുക്ക് തെളിയിപ്പിക്കണം. അതിനാദ്യം നമ്മൾ കരാട്ട പഠിക്കാൻ പോകും. പോവോ? ഈ പ്രായത്തില് പോവും. സമ്മതിക്കോ? സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പോകും. പോകും. ഇനി അവനെ കാണുമ്പോഴത്തേനും ഒന്നും മറക്കണ്ട. ഇല്ല, എനിക്കും ധൈര്യമുണ്ട്.
ആ